5 തവണ IPL കിരീടം ചൂടിയ വൻമരങ്ങൾ, ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും കരുത്തരായ പോരാളികൾ. പക്ഷേ IPL ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് എത്തി നിൽക്കുന്നത് 9ാം സ്ഥാനത്താണ്. അവസാന മത്സരത്തിൽ സ്വന്തം തട്ടകത്തിൽ വെച്ച് രാജസ്ഥാൻ റോയൽസിനോടും തോറ്റതോടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് മുംബൈ അവസാന സ്ഥാനത്തേക്ക് പോകാതെ രക്ഷപ്പെട്ടത്. 14 മത്സരങ്ങളിൽ നിന്ന് വെറും 4 ജയവും 10 തോൽവികളും. പേപ്പറിൽ നോക്കിയാൽ ഇത്തവണ ഏറ്റവും ശക്തമായ ടീം മുംബൈയുടേതായിരുന്നു. പക്ഷേ കളിക്കളത്തിൽ ആ നിലവാരം കാട്ടാൻ അവർക്കായില്ല. ഇത് 3ാം തവണയാണ് മുംബൈ ഒരു IPL സീസണിൽ 10 മത്സരങ്ങൾ തോൽക്കുന്നത്. 2022, 24, 26 സീസണുകളാണ് ഇത്തരമൊരു ദുർവിധി മുംബൈക്ക് നേരിടേണ്ടി വന്നത്. 2020 അവസാനമായി മുംബൈ കപ്പ് ഉയർത്തിയത്. 2021 5ാം സ്ഥാനത്തും 22 10ാം സ്ഥാനത്തും 23 2ാം ക്വാളിഫയറിലും 24 10ാം സ്ഥാനത്തും 25 2ാം ക്വാളിഫയറിലും ഇപ്പോൾ 9ാം സ്ഥാനത്തുമാണ് മുംബൈ എത്തിയിരിക്കുന്നത്. ഇത്തവണ എന്തുകൊണ്ട് മുംബൈ തോറ്റു എന്നത് പ്രസക്തമായ ചോദ്യമാണ്. കൂടുതൽ വിമർശനങ്ങൾ മുംബൈ നായകനായ ഹാർദിക് പാണ്ഡ്യക്കെതിരെയാണെങ്കിലും ശരിക്കും ടീമിന്റെ പ്രശ്നം അത് മാത്രമല്ല. സീനിയർ താരങ്ങൾ നിരാശപ്പെടുത്തിയതാണ് മുംബൈയെ ഇത്തവണ പിന്നിട്ടടിച്ചത്. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ ഇവർക്ക് ടീമിൽ നിർണായക സ്ഥാനമാണുള്ളത്. ഈ 3 പ്രധാന താരങ്ങളും ഇത്തവണ തീർത്തും നിറമങ്ങിയതാണ് മുംബൈയെ പിന്നോട്ടടിപ്പിച്ചത്. 9 മത്സരത്തിൽ നിന്ന് 283 റൺസാണ് രോഹിത്തിന് നേടാനായത്. സൂര്യകുമാർ 13 മത്സരത്തിൽ നിന്ന് നേടിയത് 270 റൺസും. ഹാർദിക് പാണ്ഡ്യ 10 മത്സരത്തിൽ നിന്ന് 206 റൺസ് എടുത്തപ്പോൾ തിലക് വർമ്മ 14 മത്സരത്തിൽ നിന്ന് 359 റൺസാണ് നേടിയത്. 13 മത്സരത്തിൽ നിന്ന് 4 വിക്കറ്റാണ് ബൂമറയ്ക്ക് നേടാനായത്. ടീമിലെ പ്രധാന താരങ്ങളുടെ ഈ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് മുംബൈ ഇത്തവണ പിന്നോട്ടടിച്ച പ്രധാന കാരണം. രണ്ടാമത്തെ പ്രശ്നം നായകൻ എന്ന നിലയിലെ ഹാർദിക് പാണ്ഡ്യയുടെയും പരിശീലന എന്ന നിലയിലെ മഹേല ജയവർദ്ധനയുടെയും പിഴവുകളാണ്. മികച്ച ടീം കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയി. ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ മുന്നിൽ നയിക്കാൻ പലപ്പോഴും ഹാർദിക്കിന് സാധിച്ചില്ല. ഓൾറൗണ്ടർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും മികച്ച റെക്കോർഡ് ഹാർദിക്കിനുണ്ട്. പക്ഷേ ഇതൊന്നും ഇത്തവണ കാണാനായില്ല. മൂന്നാമത്തെ പ്രശ്നം മുംബൈ ടീമിലെ ഐക്യമില്ലായ്മയാണ്. ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കാൻ ഇത്തവണ മുംബൈക്ക് സാധിക്കാതെ പോയി. നായകൻ ഹാർദിക് പാണ്ഡ്യയുമായി ചേർന്ന് പോകാൻ സഹതാരങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന തരത്തിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഹാർദിക്കിന് കീഴിൽ മുംബൈയുടെ ഡ്രസ്സിംഗ് റൂമിലെ സാഹചര്യം മികച്ചതായിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഇത് ഇത്തവണത്തെ മുംബൈയുടെ തകർച്ചയുടെ പ്രധാന കാരണമാണ്. 2021 മുതൽ മുംബൈ ഇന്ത്യൻസിന്റെ ഗ്രാഫ് എടുത്തു നോക്കിയാൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ വലിയ തകർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 22-ലും 24-ലും 10ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇപ്പോഴിതാ 2026-ൽ 9ാം സ്ഥാനം. ഒരു മികച്ച ടീമും മികച്ച കളിക്കാരുണ്ടായിട്ടും ഗ്രൂപ്പിസവും ഫോമില്ലായ്മയും ഒരു ടീമിനെ എങ്ങനെ തകർക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മുംബൈയുടെ ഈ സീസൺ. ഇനിയൊരു തിരിച്ചുവരവിന് മുംബൈ ഇന്ത്യൻസിന് വലിയ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഡ്രസ്സിംഗ് റൂമിലെ ഭിന്നതകൾ പരിഹരിക്കുക, ക്യാപ്റ്റൻസിയിലും മാനേജ്മെൻറ്റ് തന്ത്രങ്ങളിലും വ്യക്തത കൊണ്ടുവരിക എന്നിവയാവും മുംബൈക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. എങ്കിൽ മാത്രമേ പഴയ മുംബൈ റീലോഡഡ് ആയി അടുത്ത സീസണിൽ നമുക്കിവരെ കാണാൻ സാധിക്കൂ. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തന്നെയാണോ മുംബൈയുടെ ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണം? അതോ സീനിയർ താരങ്ങളുടെ ഫോമില്ലായ്മയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.